കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുക ദൈവം കൃപ നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. എഫേസ്യ ലേഖനം 5:2 ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെ നടപ്പിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ എഫേസ്യ ലേഖനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എഫേസ്യയിലുള്ള സഭയിലുള്ള എല്ലാ വിശ്വാസി കുടുംബങ്ങൾക്കും എല്ലാവർക്കും എഴുതിയ ലേഖനമാണ് ഈ ലേഖനം. പൗലോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അത് കർത്താവായ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം സ്നേഹിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, ഹല്ലേലൂയ, നമ്മെ തന്നെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറി ഒരു സൗരഭ്യവാസനയായി മാറുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിലൂടെ നടക്കുവാനാണ് ഇവിടെ ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ വാസന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ യാഗമായി മാറുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടേതായ ഇടപാടുകൾ, സംസാരങ്ങൾ, നോട്ടങ്ങൾ, ഭാവങ്ങൾ ഇതെല്ലാം കർത്താവായ ദൈവത്തിനായി മാറുമ്പോൾ ഒരു സൗരഭ്യവാസനയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ പറ, കർത്താവായ ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നടക്കുവാൻ, വിശ്വസ്തയോട് നടക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യവാസനയായി മാറുവാൻ തക്കവണ്ണം സ്വർഗമേ എന്നെ ഇടയാക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ വഴികളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിൻ്റെ യാഗമായ വാസനയായി മാറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച്, നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അങ്ങനെ യാഗമായി മാറുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ സൗരഭ്യവാസന നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൂടെ പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4:18 പറയുന്നു, ഇപ്പോൾ എനിക്ക് വേണ്ടത് എല്ലാം ഉണ്ട്, സംതൃപ്തിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രഹീയവുമായ യഹോവയുടെ കൈയാൽ ഞാൻ പ്രതികരിച്ച് തൃപ്തനായിരിക്കുന്നു. അതുപോലെ ഹല്ലേലൂയ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം പൗലോസിന് കർത്താവാ ദൈവം കൊടുത്തുവെങ്കിൽ എന്ന് പറയട്ടെ. ദൈവ പൈതലേ, കർത്താവാ ദൈവം നമുക്ക് എല്ലാം ആത്മീകമായും ഭൗതികമായും എല്ലാ നന്മകളാൽ കർത്താവാ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുവെങ്കിൽ, കർത്താവായ ദൈവത്തിന് ഒരു സൗരഭ്യവാസനയായി മാറുകയാണെങ്കിൽ സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഹല്ലേലൂയ, എല്ലാത്തിലും ഒരു സംതൃപ്തിയുള്ളതായി മാറണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോട് കൂടിയുള്ളതായ ദാനമുള്ളതായ വാസന നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാനിടയായിത്തീരും. നാം കർത്താവ് ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമായി പോകാതെ സമൃദ്ധിയോടെ, സന്തോഷത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു വാസനയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് എങ്ങനെയാണ് മാറുന്നത്? സ്നേഹത്തോട് കൂടിയുള്ള ദാനം, കർത്താവ് തരുന്ന സ്നേഹത്തോടുള്ളതായ ദാനത്താൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവായ ദൈവത്തിലുള്ളതായ ആ സൗരഭ്യവാസന നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ദിനങ്ങളിൽ പറ, കർത്താവാ ദൈവമേ, എന്നെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം എനിക്ക് തന്ന ഭൗതികമായ നന്മകൾ, ആത്മീകമായ തന്ന നന്മകളെല്ലാം ഞാൻ ഹല്ലേലൂയ സമൃദ്ധിയോടെ, സന്തോഷത്തോടെ
ഞാനത് അനുഗ്രഹമായി ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നാൽ എൻ്റെ കർത്താവായ യേശുവേ, സ്നേഹത്തിലുള്ളതായ ഈ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകാതെ ഓരോ ദിനങ്ങൾ കഴിയുന്തോറും മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ മറിയ സ്വച്ഛ ജഡഭാംസ്യ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യ വാസന കൊണ്ട് വീട് നിറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ വാസനയാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ഭവനം നിറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഈ ദിനങ്ങളിൽ ഒരു സൗരഭ്യവാസനായി മാറുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ, ഈ ദിനങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ ദൈവസൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.